വിന്നേഴ്സ് അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. I have an experience of 42 years in teaching, especially accounting. കുറച്ച് ദിവസം മുമ്പ് +1 കുട്ടികൾക്ക് വേണ്ടി എന്ന അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഞാൻ തന്നിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാനതിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്നു. Trial balance is a statement setting for the various balances of all ledger accounts. എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് എടുത്തെഴുതുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ട്രയൽ ബാലൻസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട് ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് ദ ബാലൻസ് ഓഫ് ആൾ ലെഡ്ജർ അക്കൗണ്ട്സ്. Try to keep in your memory. Trial balance is a statement including the balance of all ledger accounts. Accounts are mainly classified into 3: personal account, real account, nominal account. വ്യക്തികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പേരിനോട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് വിളിക്കുക. സ്വത്തുക്കളുടെ അക്കൗണ്ടിനെയാണ് റിയൽ അക്കൗണ്ട് എന്ന് വിളിക്കുക. ചെലവുകളുടെയും വരവുകളുടെയും അക്കൗണ്ടിനെയാണ് നോമിനൽ അക്കൗണ്ട് എന്ന് വിളിക്കുക. എല്ലാ അക്കൗണ്ടുകൾക്കും ബാലൻസ് ഒന്നുകിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. ഓർമ്മയിൽ സൂക്ഷിക്കുക, അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. Capital, liabilities and incomes have credit balance. അപ്പോൾ ഏതൊരു അക്കൗണ്ട് കാണുമ്പോഴും അതിന് എന്ത് ബാലൻസ് ആണെന്ന് നോക്കിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അസറ്റ്സ് സച്ച് ആസ് ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, ഫിക്ചേഴ്സ്, ഫിറ്റിങ്സ്, ക്യാഷ് തുടങ്ങിയ എല്ലാ റിയൽ അക്കൗണ്ടിനും ഡെബിറ്റ് ബാലൻസ്. ലയബിലിറ്റീസ് സച്ച് ആസ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ലോൺ തുടങ്ങിയ അക്കൗണ്ടുകൾക്ക് ക്രെഡിറ്റ് ബാലൻസ്. എക്സ്പെൻസ് സച്ചാസ് റെൻ്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, ഓഡിറ്റ് ഫീസ്, റിപ്പയേഴ്സ് തുടങ്ങിയ എല്ലാ ചെലവുകൾക്കും ഡെബിറ്റ് ബാലൻസ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ് തുടങ്ങിയ വരവുകൾക്ക് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിന് 3 കോണം. ഇത് പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ ഐറ്റംസ്, ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. ഇതിൻ്റെ കോമൺ റൂള്, ജനറൽ റൂൾ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആൻഡ് അസറ്റ്സ് ഹാവ് ഡെബിറ്റ് ബാലൻസ്, ഇൻകംസ് ആൻഡ് ലയബിലിറ്റീസ് ഹാവ് ക്രെഡിറ്റ് ബാലൻസ്. ലാൻഡ് ഡെബിറ്റ് ബാലൻസ്, ബിൽഡിംഗ് ഡെബിറ്റ് ബാലൻസ്, ക്യാഷ് ഡെബിറ്റ് ബാലൻസ്, റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി ഒക്കെ ഡെബിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ്, ക്രെഡിറ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, ബിൽസ് പേയബിൾ ക്രെഡിറ്റ് ബാലൻസ്, പിന്നെ ഇൻകംസായ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇവയ്ക്കൊക്കെ ക്രെഡിറ്റ് ബാലൻസ്. ഈ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും എഴുതിയതിന് ശേഷം കൂട്ടി നോക്കിയാൽ 2 സൈഡും തുല്യമായി. ദ ടോട്ടൽ ഓഫ് ബോത്ത് കോളം ഓഫ് ദ ട്രയൽ ബാലൻസ് ഈസ് ഈക്വൽ. അപ്പോൾ നമ്മുടെ ജേർണലൈസിങ്, പോസ്റ്റിങ്, ബാലൻസിങ് ഇതിലൊന്നും തെറ്റുപറ്റിയിട്ടില്ല എന്നർത്ഥം. പരീക്ഷയ്ക്കൊരു 5 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കും. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോയിങ് ledger balances. This much only about today's class. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.